ചതിക്കാൻ മരുന്നുകളും മാധ്യമങ്ങളും പ്രൈം ടൈം യുഎയിൽ ചർച്ച തുടരുന്നു. ആയുർവേദ മരുന്നുകൾ എന്ന പേരിലാണ് മിക്ക ഉൽപ്പന്നങ്ങളും മാർക്കറ്റിലെത്തുന്നത്. ഇപ്പോൾ പിടിക്കപ്പെട്ട ധാത്രി, ഇന്ദുലേഖ, ശ്രീധരിയം എന്നീ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾ യുഎഇ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ സുലഭമാണ്. എനർജി ക്യാപ്സ്യൂൾസ് ഉൾപ്പെടെയുള്ള ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ദോഷവശം പറയാനായി നമ്മളോടൊപ്പം ഒരു ഡോക്ടർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം ഡോക്ടർ ദിനേശ് കർത്ത. നമസ്കാരം ഡോക്ടർ ദിനേശ് കർത്ത, താങ്കൾ യുഎഇയിൽ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ആയുർവേദത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. മുമ്പ് നമ്മൾ ഇതേ വിഷയം തന്നെ NTVയിലൂടെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഓർമ്മയുണ്ടാവും, ഇതിനു മുൻപ് തന്നെ 6 മാസത്തിന് മുൻപ് നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇത്തരം വ്യാജ ഉൽപ്പന്നങ്ങളും വ്യാജ പരസ്യങ്ങളും ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു ക്ഷീണം, നഷ്ടം എത്ര അധികമാണ്? എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ? ഇത് ഞാൻ പത്രവാർത്തകൾ വായിച്ചിരുന്നു. ഇതിപ്പോൾ ധാരാളം കമ്പനികൾ ഇതേപോലെ തന്നെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ള പരസ്യങ്ങൾ മിനിസ്ട്രിയുടെയും മറ്റും പെർമിഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലെല്ലാം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടത്, നമ്മളുടെ നാട്ടില് ഒരു ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങൾ ഒരു 4-5 നിയമങ്ങളെ അധിഷ്ഠിതമാക്കിയാണ് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം നടക്കുന്നത്. ഒന്ന്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940, അതുപോലെ തന്നെ അതിന്റെ റൂൾസ് 1945. പിന്നെ ഉള്ളതൊന്ന് ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ ഓർഡർ 1995, 95 ഇറങ്ങിയ ഒരു ഓർഡറാണത്. അതുപോലെ തന്നെ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് അഥവാ ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് 1954 ഇറങ്ങിയ ഒരു ആക്ടാണിത്. അതുപോലെ തന്നെ കേരള ഡ്രഗ്സ് ആൻഡ് അതർ സ്റ്റോഴ്സ് ആക്ട്, അൺലോഫുൾ പൊസഷൻ ആക്ട് 1975, കേരള പോയിസൺ റൂൾ 1996. ഇങ്ങനെ 5 നിയമങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മളുടെ നാട്ടിലെ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈവൻ നമ്മളൊരു ഉൽപ്പന്നത്തിന് എന്തെങ്കിലും ഒരു ഗുണഗണം പറയുന്നുണ്ടെങ്കിൽ ഈ ഗുണഗണം പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യമാവണം. അപ്പോൾ ഇന്ന് ഈ പല പരസ്യങ്ങളിലും കാണുന്ന ക്ലെയിമുകൾ, ഉദാഹരണത്തിന് തലയോടിലേക്ക് കൂടുതലായിട്ട് രക്തയോട്ടം ഉണ്ടാകുന്നു, അതും അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തുള്ള പ്രത്യേക പാളികളിലേക്ക് ഈ മരുന്ന് ഇറങ്ങുന്നു, അതുമല്ലെങ്കിൽ ഒരു എണ്ണ തേച്ച് കഴിയുമ്പോൾ തടി കുറയുന്നു, ഇങ്ങനെയുള്ള പല ക്ലെയിമുകളും ശാസ്ത്രീയമായിട്ട്, ഇനിയിപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം തന്നെ കുക്ടായിട്ടുള്ള സയന്റിഫിക് സ്റ്റഡീസ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ കുക്ട് സ്റ്റഡീസ് ആണ്. അഥവാ എങ്ങനെയോ കുറച്ച് പേരെ സംഘടിപ്പിച്ച് തട്ടിക്കൂട്ടുന്ന ചില സയന്റിഫിക് സ്റ്റഡീസ് എന്ന പേരിൽ നടക്കുന്ന ചില അഭ്യാസങ്ങളാണ് പലപ്പോഴും കാണുന്നത്. അല്ലെങ്കിൽ പണം കൊടുത്ത് നേടുന്ന റിസൾട്ടുകൾ. അതെ, എന്ന് നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നാട്ടിലത്തെ നിയമങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് എന്താണ് ഇപ്പോൾ അവിടുത്തെ നടക്കുന്ന കാര്യങ്ങളെന്ന് അറിയാൻ പറ്റില്ല. എന്നാലും അതിനുമുള്ള പോസിബിലിറ്റി, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു വികസിത രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ നമുക്കറിയാം, അതിനും സാധ്യതകളില്ലാതില്ല. അപ്പോൾ തീർച്ചയായും ഈ പറഞ്ഞ 5 നിയമങ്ങൾ നമ്മളുടെ നാട്ടിൽ ശക്തമായി നടപ്പാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പരസ്യങ്ങൾ, അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പല പരസ്യങ്ങളിലൂടെ, ഇപ്പോൾ ഒരു ഉൽപ്പന്നം, ഈ ഉൽപ്പന്നത്തിന് പ്രത്യേക ഡേഞ്ചറോ അതല്ലെങ്കിൽ ഇതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് വിപണനം നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ വിപണനത്തിന് വേണ്ട രീതിയിൽ ഗവൺമെന്റിന്റെ ലൈസൻസ് നേടിയിട്ടുണ്ടോ? 2, ഈ പറഞ്ഞ 5 നിയമങ്ങൾ, ഈ 5 നിയമങ്ങളിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പ്രത്യേകിച്ചുള്ളത് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് തന്നെയുണ്ട്. അതായത് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് അഥവാ ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട്. ഇത് പ്രകാരം ഇവർ നടത്തുന്ന ഈ പരസ്യങ്ങൾ നിയമപ്രകാരമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത ഗവൺമെന്റിനുണ്ട്. അത് ഇപ്പോൾ ഗവൺമെന്റ് വൈകിയാണെങ്കിൽ നടത്തിയതിൽ സന്തോഷമുണ്ട്. എങ്കിൽ തന്നെ ഇനിയും ഇതിന്റെ പല സ്റ്റെപ്സ്, ഇത് കേവലം ഒരു എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെ ജസ്റ്റ് ഒരു പിടിച്ചെടുക്കൽ മാത്രമാണ്, കോൺഫിസ്കേഷൻ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളൂ. നിയമ നടപടികൾ നമ്മളുടെ നാട്ടിലേതെന്ന് പറഞ്ഞാൽ വളരെയധികം നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഇനി അതല്ല ഹൈക്കോടതിയിലോ മറ്റുള്ള കോടതികളിലോ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മരുന്നുകൾ തിരിച്ചു കൊടുക്കാനുള്ള ഓർഡർ നേടാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ നിയമപരമായിട്ടുള്ള കൺക്ലൂഷൻ എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ പിടിച്ചെടുക്കലും തിരിച്ചു കൊടുക്കലും എല്ലാം ഇന്ന് വളരെ സാധാരണമാണ്. പക്ഷേ നിയമം അതിൻ്റെതായിട്ടുള്ള പരിമിതിയിൽ എത്തിച്ചേരുന്നുണ്ടോ എന്നതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ഡോക്ടർ, അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച സിന്ധു പറഞ്ഞിരുന്നത് ഇത്തരം പ്രോഡക്ട്സ് ഒന്നും യുഎഇയിൽ ബ്യൂട്ടി പാർലർ, അവരിവിടെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളാണ്, ബ്യൂട്ടി പാർലറിൽ വെക്കാൻ അനുമതിയില്ല എന്നാണ്.
ഓക്കെ. പക്ഷെ ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ തൈരിനൊപ്പം വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റായി മാറിയിരിക്കുകയാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം. എണ്ണ തേക്ക, മുടി വളരാനുള്ളതായാലും വണ്ണം കുറയാനുള്ള പ്രോഡക്റ്റുകളായാലും സൂപ്പർ മാർക്കറ്റുകളിൽ സുലഭമായി ലഭിക്കുന്ന പ്രോഡക്റ്റായി മാറിയിരിക്കുന്നു. അതെ അതെ അതെ. ഇതിനൊക്കെ എങ്ങനെയാണ് ഇവിടെ ലൈസൻസ് ലഭിക്കുന്നത്? ഇതിന് അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ഇതിനെല്ലാം മിനിസ്ട്രിയുടേതായിട്ടുള്ള ചില ചാനലുകളുണ്ട്. ഈ ചാനലുകളിലൂടെ വേണം അത് ആയുർവേദ മരുന്നുകളാകട്ടെ, നാച്ചുറോപ്പതിക് റെമഡീസ് ആകട്ടെ, അതായത് അമേരിക്കയിൽ നിന്നും മറ്റും ധാരാളമായിട്ട് നാച്ചുറോപ്പതിക് മെഡിസിൻ പലതും വരുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ഇവിടെയുള്ള മിനിസ്ട്രിയുടെ പ്രത്യേക അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം മരുന്നുകൾ എന്ന പേരിൽ വിൽക്കാനായിട്ടുള്ള അനുമതിയുള്ളൂ. അതല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ പറഞ്ഞ മരുന്നുകൾ പലതും പുസ്തക് എന്ന ലൈസൻസിലാണ് പലപ്പോഴും കടന്നു വരുന്നത്. പിന്നീട് ഇവയെ വിപണന തന്ത്രത്തിലൂടെ വിപണിയിൽ ഇറക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് ധാരാളം നൂലാമാലകളുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പല ഉൽപ്പന്നങ്ങളും, ഇത് മാത്രമല്ല പല ഉൽപ്പന്നങ്ങളും ഇവിടെ വയ്ക്കണമെങ്കിൽ മിനിസ്ട്രിയുടെ എല്ലാം പ്രത്യേകമായ അനുമതി ആവശ്യമാണ്. അപ്പോൾ ഈ അനുമതി നേടുന്നു എന്നുള്ളത് എല്ലാ തരത്തിലുള്ള ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന, അത് ക്ലിനിക്കുകളാകട്ടെ, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്യൂട്ടി പാർലേഴ്സ് ആകട്ടെ, അതുമല്ലെങ്കിൽ മറ്റ് അനുബന്ധ ആരോഗ്യ സ്ഥാപനങ്ങളാകട്ടെ, ഉറപ്പുവരുത്തുക എന്നത് നമ്മളുടെ എല്ലാം തന്നെ ധാർമ്മികമായ ഒരു ബാധ്യതയാണ്. ഡോക്ടർ ആയുർവേദ ഡോക്ടറാണ്, BAMS പഠിച്ച ഒരു വ്യക്തിയാണ്. ഇത്തരം ആയുർവേദ ലേബലിൽ എത്തുന്ന വ്യാജ പ്രോഡക്റ്റുകൾ യഥാർത്ഥത്തിൽ ആയുർവേദത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുകയല്ലേ? എന്റേത് നാച്ചുറോപ്പതിക് മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റിയാണ്. എന്നാൽ തന്നെ ഞാൻ പറയാം, ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പറഞ്ഞ രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ പരസ്യങ്ങൾ അത് ഏതൊരു